നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം അറിയാനും അറിയിക്കാനും, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. പ്രിയരെ, 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനത്തിന്റെ വിജ്ഞാപനത്തിൽ നിന്ന് ബുദ്ധമതം, ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം, ഈ 4 മതങ്ങളിലും പെട്ട 4 ആചാര്യന്മാർ ഒരു സ്ഥലത്തിരുന്ന് അവരവരുടെ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തത്വങ്ങളെയും പറ്റിയാണ് സംസാരിക്കുന്നത്. ബുദ്ധമതാചാര്യൻ പറഞ്ഞു, ഞങ്ങളുടെ മതം അഹിംസയ്ക്കാണ് മുഖ്യത കൽപ്പിക്കുന്നത്. എന്തെന്നാൽ അഹിംസയാണ് ശ്രേഷ്ഠം. അതില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ഒരു ജീവിയും ഉണ്ടാവുകയില്ല. അപ്പോൾ ക്രിസ്തുമതാചാര്യൻ പറഞ്ഞു, അത് ശരിയല്ല, സ്നേഹവും ത്യാഗവുമാണ് പ്രധാനം. ഞങ്ങളുടെ മതം അതാണ് പഠിപ്പിക്കുന്നത്. ഇത് രണ്ടുമില്ലെങ്കിൽ മനുഷ്യ സമൂഹം എന്നൊന്നില്ല. ഇത് കേട്ടുകഴിഞ്ഞ ഹിന്ദുമതാചാര്യൻ ഈ വാദമുഖങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, ധർമ്മമില്ലെങ്കിൽ ഈ ലോകം തന്നെയില്ല. കാരണം ധർമ്മമാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. അതിനാൽ മറ്റേതിനേക്കാളും ധർമ്മമാണ് മുഖ്യം. ഇതുവരെ മിണ്ടാതിരുന്ന ഇസ്ലാം മതാചാര്യൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. പക്ഷേ സാഹോദര്യത്തെപ്പറ്റി ആരും പറഞ്ഞില്ല. പരമകാരുണികനായ അള്ളാഹുവിന്റെ സന്താനങ്ങളാണ് നമ്മളെല്ലാം. ഈ സന്താനങ്ങൾ തമ്മിലുള്ള സാഹോദര്യമാണ് ഏകവും പ്രധാനവുമായിട്ടുള്ളത്. അതിനാൽ അതിന്റെ മഹത്വമാണ് ഞങ്ങളുടെ മതം പ്രചരിപ്പിക്കുന്നത്. ഇങ്ങനെ 4 ആചാര്യന്മാരും അവരവരുടെ മതതത്വങ്ങളാണ് ശ്രേഷ്ഠമെന്ന് സ്ഥാപിക്കുവാനുള്ള വാദങ്ങളും പ്രതിവാദവും തുടർന്നു. ഈ തുടർച്ചയ്ക്ക് ഒരു അവസാനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന ശാന്തി ഇല്ലാതാവുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്ന ഒരു മഹാത്മാവ് അവരുടെ അടുത്തെത്തി. അവരുടെ വാദിക്കാനും ജയിക്കാനുമായുള്ള വ്യഗ്രത കണ്ടറിഞ്ഞ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ ആകെ ശരിയുടെ ഒരു അംശം മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ. അത് മിതമായ മതബോധം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. അതിനാൽ എല്ലാ മതതത്വങ്ങളും പഠിക്കണം. പഠിച്ചവയെ സ്നേഹപൂർവം വിനിമയം ചെയ്യണം. അപ്പോൾ വാദങ്ങളെല്ലാം അസ്തമിക്കും. ഇങ്ങനെ അറിയാനും അറിഞ്ഞവയെ അറിയിക്കാനും ശ്രമിച്ചാൽ ആ അറിവ് കൊണ്ട് എല്ലാ ഹൃദയങ്ങളും പ്രകാശിക്കും. ഒരു മഹാതത്വം അറിയിച്ച ആ മഹാത്മാവിനെ 4 മതാചാര്യന്മാരും വന്ദിച്ചു. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.